ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ്. ഒന്നും അടിച്ചിട്ടൊന്നുമില്ല, രാവിലെ ഇറങ്ങിയാണ്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ഷെയർ ആൻഡ് ഫിഷിങ് ഉണ്ടായിരുന്നു. അതായത് ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെ 3 സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഒരേ സ്പോട്ട്. പല പല ദിവസങ്ങളായിട്ടാണ് അത് കിട്ടിയത്. നല്ല മീനുമാണ്. നമുക്ക് 2 മീനേ കിട്ടുള്ളൂ. ഒരെണ്ണം നമുക്ക് സ്ട്രൈക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. സ്ട്രൈക്ക് മാത്രമായിരുന്നുള്ളൂ ഒരെണ്ണം അടിച്ചത്. അപ്പോൾ ആ 2 അത്യാവശ്യം നല്ല സൈസ് മീനാണ്. അത്യാവശ്യം ലെങ്ത്ത് അടിച്ചാണ്. പിന്നെ ഒരെണ്ണം ഇത്തിരി വൈകിട്ടായതുകൊണ്ട് അതിൻ്റെതായ ഒരു ക്ലാരിറ്റി വ്യത്യാസമുണ്ട്, ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വീഡിയോ കാണാം. ഓക്കെ. Dale. Vale, എടാ നിൽക്ക്, അങ്ങാണ് കൊണ്ടുവരാം. കൊണ്ടുവരണ്ടാമോ? അകത്താണോ? ഓ, തെറിപ്പിക്കായിരുന്നു. ലീഡർ എടുത്തിട്ടോ പൊങ്ങി വരുമോ? ഓക്കെ, അന്നിട്ടേ സൈസല്ലേ. എടാ, ഞാൻ വിചാരിച്ചില്ല അടിക്കും. ആ ഒരു വീഡിയോ ഒക്കെ മീനടിക്കണ്ട. ഓക്കെ, ഒരു 2 കിലോ ഉണ്ടാവും. അവിടെ 2 കിലോ ഉണ്ടാവും. ഫ്രോഗ് അതിൻ്റെ അകത്താണ്ട. ഓക്കെ ഓക്കെ, ഫീൻ പിടിച്ചു ഇടുന്നുണ്ട്. തിരക്കില്ലാത്ത ചെയ്തട്ടാ. ഓക്കെ, നമുക്ക് ഞാൻ അടുത്തേന് നോക്കാം. ഇത്ര നേരം അല്ലേ? കെട്ട് വീണ്ടുണ്ടോ? ഓ, നല്ലൊരു കെട്ട് വീണ്ടുണ്ടല്ലോ പണ്ടാർ. ഒരു നേരം ലീഡർ ലൈനുണ്ട്. പൊക്കള എന്തായാലും കൊണ്ടിരിക്കും. ഇറങ്ങണ്ട താഴ്ചണ്ട. ഇവിടുന്ന് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പിടിച്ചേറ്റാൻ ഭയങ്കര പാടാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല നല്ല പൊക്കത്തിലാണ്. അവിടെ പിടിച്ചേറ്റാൻ ഭയങ്കര പാടാണ്. നിക്ക് ലീഡറെ പിടിച്ച് പോക്കാം. ലീഡർ പോവൂല. ആടാ ഗ്യാപ്പിൽ കയറി നോക്കി. പക്ഷെ ചെകിളക്ക് കിട്ടണം.
ആ ഇങ്ങാട് ആ പൊക്കിട്ടോ മോനെ കറക്റ്റ് വീഡിയോ. ഇതിനെ പിടിച്ചോണ്ടിരിക്കണ ഫോട്ടോ ഒന്നും ഇല്ല കാരണം ഇരുട്ടായി. പിന്നെ അപ്പം തന്നെ ഒരു ചേട്ടൻ അവിടെ വന്നേച്ചേ, പുള്ളിക്ക് തന്നെ അത് കൊടുക്കണ്ടോന്ന് പുള്ളി അത് ചോദിച്ചപ്പോൾ നമ്മളത് കൊടുക്കുകയും ചെയ്തത്. അപ്പം തന്നെ ഈ മീൻ 2.5 കിലോ തൂക്കുണ്ടായിരുന്നു കേട്ടോ, വലിയ മീനായിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഗ് ശരിക്കും പുറത്തോട്ട് വന്നിട്ടുണ്ട് മീൻ കറി അടിച്ച്. അതാണ് ആ ഫ്രോഗിൽ അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ നമുക്കത് ആ മീത്തിന് നമുക്ക് കിട്ടിയാനെ. പോവാറായപ്പോഴുണ്ടാകും മീൻ കറി അടിച്ചത്. എല്ലാ സ്ഥലത്തും കാസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഏറ്റവും അവസാനത്തെ കാസ്റ്റ് ചെയ്തപ്പോഴാണ് മീൻ അടിച്ചത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വീഡിയോ കാണാം.